ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഹോള് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇന്നലെയായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ പോയി ബാക്കി ആക്സസറീസൊക്കെ മേടിച്ചിരുന്നത്. ബാഗും സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്ന ബാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ പൗച്ച് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷെ അതങ്ങനെ ഭംഗിയില്ലാത്ത തോന്നിയതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുക. അതായത് വേറൊരു ബോക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഈ ബാഗ് എന്ന് പറയുന്നൊരു ലാപ്ടോപ്പ് ബാഗാണ്. അടിപൊളി ബാഗാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ പേടിച്ചിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലുമൊക്കെ വരുവാന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അടിപൊളി ബാഗ് തന്നെയാണ്. കുറേ സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സ്പേഷ്യസ് ഒക്കെയാണ്. ബാക്കിലത്തെ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നവർക്കായി അതിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയുണ്ട്. ലാപ്ടോപ്പ് ബാഗാണല്ലോ, അപ്പോൾ അതുപോലത്തെ സെറ്റപ്പിൽ കണ്ടില്ലേ ഒരു ഇങ്ങനത്തെ നമുക്ക് അവിടെ വേണമെങ്കിൽ ഫയലൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് അടിപൊളി ബാഗ് തന്നെയായിരുന്നു. ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പം അടുത്ത് നമുക്ക് ലഞ്ച് കിറ്റ് നോക്കാം. ലഞ്ച് കിറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതൊരു കാണുമ്പം ചെറുതാണെന്ന് തോന്നുമെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല ക്വാളിറ്റി ബാഗൊക്കെ തന്നെയാണ്. ഫ്രണ്ടിലും ഇതുപോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടവലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പം സിബൊക്കെ ഒരു കുഴപ്പമില്ല, പിടിക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. അടുത്ത് ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഇത് മറ്റേ ഈ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കുന്നില്ലേ, സ്ട്രോ ഉള്ള ഇതിൽ ബാക്കിലത്തെ ഇതിൽ നമുക്കിങ്ങനെ പിടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലാണ്. അടുത്തെന്ന് പറയുന്നത് 2 ബ്രൗൺ പേപ്പറാണ്. എനിക്ക് മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്രൗൺ പേപ്പേഴ്സൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അടുത്തെന്ന് പറയുന്നത് ഒരു ബണ്ടിൽ നിറയെ റിബണാണ് മേടിച്ചത്. കാരണം റിബണിൻ്റെ നൂലെന്ന് പറയുന്ന ഇടയ്ക്ക് ഇളവി പോകാനും കളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ബണ്ടിൽ മേടിച്ചു. പിന്നെ ഒരു റബ്ബർ, ഒരു ക്യൂട്ട് ഇത് റബ്ബറാണ്. പിന്നെ ഒരു ഇതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഞാനിത് ഉണ്ടാക്കിയാണ് ചെയ്തിരുന്നത്, പക്ഷേ ഈ പ്രാവശ്യം ഞാനിത് കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ ഞാനൊരു പിങ്ക് പെന്നും ഒരു ലെക്സിയുടെ പെന്നും മേടിച്ചിരുന്നു. രണ്ടും കുഴപ്പമില്ലാത്ത പേന തന്നെയാണ്, നല്ല അടിപൊളി തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് ഒരു ജോമെട്രി ബോക്സാണ്, ക്യാമലിൻ്റെ ജോമെട്രി ബോക്സ്. ഈ പ്രാവശ്യം നല്ല യൂസൊക്കെ ആകും, കഴിഞ്ഞ വർഷം യൂസായിരുന്നു. അടുത്ത് ഒരു ഗമ്മാണ്. പക്ഷേ ഈ ഗമ്മിനൊരു കഥയുണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് അടയുന്നില്ല, താഴോട്ട് പോകുന്നില്ല, മുകളോട്ടാക്കും, പിന്നെ തിരിക്കുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആവാണ്, താഴോട്ട് വരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ അതിനെ കുത്തിയൊക്കെ ഇറക്കിയിരുന്നു. പിന്നെ ഈ സ്കെച്ചിൻ്റെ സെറ്റ് എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസിൽ കാണും എന്ന് വിചാരിച്ച് പഴയതല്ല കേട്ടോ, ഇത് പുതിയ സാധനമാണ്. ഞാൻ 1-2-3 പ്രാവശ്യം മാത്രമല്ലേ മറ്റേ ക്രാഫ്റ്റിനടുത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇത് വേറെ ഒറ്റ യൂസിനും എടുത്തിട്ടില്ല. പിന്നെ പെൻസിൽസാണ്. പിന്നെ ഇതൊരു ജോമെട്രിയുടെ സെറ്റ് തന്നെയാണ്, പക്ഷേ അതിനകത്തുള്ള സ്കെയിലും മുത്ത് കൊണ്ടുപോയി, മുത്തിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു റബ്ബറാണ്. ഇതൊരു ഓയിൽ പേസ്റ്റിൻ്റെ സെറ്റാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ ഓയിൽ പേസ്റ്റിൻ്റെ സെറ്റ് തന്നെയാണ്. അടുത്ത് നമ്മുടെ ബോക്സാണ്. ഈ ബോക്സ് അടിപൊളി ബോക്സാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ ബോക്സ് കാണാൻ. അപ്പോൾ അതാണ് ഈ വർഷം ഞാൻ കൊണ്ടുപോകുന്നത്. ഇതൊരു കോമ്പസ് ആണ്. ഇതിൽ കണ്ടില്ലേ, അളവൊക്കെ എഴുതിയിട്ടുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷേ അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ 3 ഗ്ലിറ്റേഴ്സ്, അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ബാക്ക് ടു സ്കൂൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ക്രയോൺസാണ്. അതിനുശേഷം ഒരു കട്ടറാണ്. ഞാൻ പിങ്ക് കട്ടറാണ് മേടിച്ചത്, കണ്ടില്ല ചാടിപ്പോയി. അപ്പോൾ പിങ്ക് കട്ടറാണ് ഞാൻ മേടിച്ചത്. എല്ലാം പിങ്കാണ് ഈ പ്രാവശ്യം. അടുത്തെന്ന് പറയുന്നത് കവായ സ്റ്റിക്കേഴ്സ്, അതും പിങ്കാണ്. എനിക്ക് കവായ സ്റ്റിക്കേഴ്സ് അത്ര ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ചുമ്മാ മേടിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ 3 ടെസ്റ്റ് എനിക്ക് കിട്ടിയുള്ളൂ, ഹിന്ദി, മാത്സ്, ബേസിക് സയൻസ്, ഇത്രേ കിട്ടിയുള്ളൂ. പിന്നെ ബുക്ക് കണ്ടില്ലേ, ബുക്കെന്ന് പറയുന്നത് 11 ബുക്ക് അങ്ങനെ എത്ര ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ എടുത്തത് എൻ്റെയും കൂടെ കാണാമായിരുന്നു, പക്ഷെ അതിൽ നേരെ എടുക്കാൻ പറ്റിയില്ല, അത് എന്തോ പറ്റി കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയി വരാം. അപ്പോൾ എല്ലാവരും ബാക്ക് ടു സ്കൂളല്ലേ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നീട് വരാം. ബൈ ബൈ.